ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് കുടുംബയോഗങ്ങൾ പങ്കെടുത്തു. ഞാൻ വ്യക്തിപരമായി മുന്നണി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 155-ലധികം കുടുംബയോഗങ്ങൾ 155 186 ഏകദേശം 13,066 പേരെയാണ് ആ കുടുംബയോഗങ്ങളിലായി കണ്ടത്. 19 ഏറ്റവും ചുരുങ്ങിയതും 356 ഏറ്റവും കൂടുതലുമാണ് ആ കുടുംബയോഗങ്ങളിലെ പങ്കാളിത്തം. ഈ 13,066 പേർ ഒരു ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നതും ഈ 156 കേന്ദ്രങ്ങളിൽ വികേന്ദ്രീകരിച്ച് അവരോട് സംസാരിക്കുന്നത് രണ്ടും വ്യത്യസ്തമാണ്. കുടുംബയോഗങ്ങളുടെ പ്രത്യേകത, കുടുംബയോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരമാണ്. ഈ 13,066 പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരവും ഒരു പ്രതിഷേധവും ഒരു ചോദ്യം പോലും വന്നിട്ടില്ല. തിരിച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയിരുന്നു, 1.5 കൊല്ലം കുടിശ്ശികയായിരുന്നു. എന്നാൽ ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു മാസം പോലും മുടങ്ങിയില്ല എന്നുള്ളതും ഈ കുടുംബയോഗങ്ങളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അതുപോലെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളും പൊതുവേ ജനങ്ങൾ സ്വീകരിച്ചു. ഇതൊരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പൊതുവേ ജനങ്ങൾ അനുകൂലമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ കാരണം. ഇവിടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അതാത് പ്രാദേശികമായ രാഷ്ട്രീയവും ഒരു പ്രധാന പ്രശ്നമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത അതാണ്. ഇവിടെയാണെങ്കിൽ കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ്റെ ഭരണം പൊതുവേ നല്ല ഭരണമാണ്. ഇപ്പോൾ ജയശ്രീ ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി നല്ല നിലയിൽ ഇടപെട്ട് ഒരുപാട് അംഗീകാരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ലഭിച്ചു. അപ്പോൾ അതുകൂടി ഡബിൾ പ്ലസ് ആണ്. അപ്പോൾ പൊതുവെ LDFന് അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ മറ്റ് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണ്. അല്ല, രാഷ്ട്രീയ കാര്യം പൊതുവെ LDFന് അനുകൂലം. ജനങ്ങൾ ഈ അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വർത്തമാനങ്ങൾ അതിലൊന്നല്ല ജനങ്ങളുടെ താല്പര്യം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ പൊതുവെ എന്താണ് ഓരോ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നറിയാം. കോഴിക്കോട് കോട്ടൂളിയിൽ വോട്ട് ചെയ്തതിനു ശേഷം മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.